ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് തിരുവോണം ചെറിയ രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സ്വന്തം വീട്ടിൽ ഓണം ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. അതിന് നമ്മൾ കുറച്ച് പൂവൊക്കെ പറിച്ച് പൂക്കളം ഇടാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെ കുറേ പൂക്കൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂക്കളൊക്കെ ആക്ച്വലി കുറവാണ്, എന്നാലും ഉള്ളതും കൊണ്ട് ഓണം എന്നല്ലേ പറയുന്നത്. നമുക്കത് വെച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പണ്ടൊക്കെ നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങി ഇഷ്ടംപോലെ പൂക്കളുണ്ട്. സാധാരണ നമ്മുടെ ചെത്തിപ്പൂവുണ്ട്, പിന്നെ തുമ്പപ്പൂവ്, കാക്കപ്പൂവ് എന്നൊക്കെ പറഞ്ഞ് കുറേ പൂക്കളുണ്ട്. ഇപ്പോൾ കുറച്ച് മഞ്ഞപ്പൂക്കൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചെത്തി ഉണ്ടായിരുന്നു, പിങ്ക് കളറുള്ള ചെത്തി, പിന്നെ ചുവപ്പ് കളറുള്ള ചെത്തി, അതും പിന്നെ ഇവിടെ ഒരു റെഡ് കളറുള്ള പൂവുണ്ട്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇത് ഒത്തിരി വലുതാവുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിന് കുറച്ച് റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, അതും കളക്ട് ചെയ്തു. പൂവില്ലാത്തപ്പോൾ നമ്മൾ ഇലയും ഉപയോഗിക്കും. ഇലയും കളർഫുള്ളല്ലേ, നമുക്കതിൽ ഇലയും കൂടെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. കാരണം അത്രയും കുറച്ചേ ഉള്ളൂ പൂവ്. അപ്പം നമ്മൾ അതും കുറച്ച് കട്ട് ചെയ്തെടുത്തു. നമുക്ക് ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാർപോച്ചിൻ്റെ അകത്തിടാമെന്ന് വിചാരിച്ചു. കാരണം ഏത് സമയവും മഴ പെയ്യും. അപ്പം നമുക്ക് പുറത്തിടാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമുക്കുള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ പൂവ്. സോ എൻ്റെ ഹസ്ബൻഡും മോനും, മൈ സൺ മിഘ, ദേ സപ്പോർട്ടഡ് മീ ടു ഡു ദാറ്റ് ആക്ച്വലി. അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കൾ റെഡി ആയിട്ടുണ്ട്. ഒരു മഞ്ഞ് മയം അല്ലേ, അത്രയേ ഉള്ളൂ. പൂക്കളൊക്കെ നമുക്ക് സുലഭമല്ല ഇപ്പോൾ. അപ്പം അങ്ങനെ നമ്മൾ ഈ വർഷത്തെ അത്തപ്പൂ ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം. വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇന്നലെ മുരിങ്ങക്ക, ഇഞ്ചി, ഏത്തയ്ക്ക, ചേന, ബീട്രൂട്ട്, വെള്ളരിക്ക, പപ്പടം, ശർക്കര, പയറ്, പച്ചപ്പയർ, ചുള്ളി, വലിയ ഉള്ളി, വത്തൽമുളക്, കടുക്, എണ്ണ, കോക്കനട്ട് ഓയിൽ, അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഓരോ കാര്യങ്ങളും ചെയ്ത് തുടങ്ങാം. ഇന്ന് നമ്മുടെ പൈനാപ്പിൾ പച്ചടിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, സമയം പോലെ. ഓക്കെ, സോ പൈനാപ്പിൾ ഓൾസോ അവൈലബിൾ. നമ്മൾ ഓണത്തിൻ്റെ ഒരു ഡിഷ് ഈ ചേമ്പിൻ താള് തീയൽ. അതിനുവേണ്ടി നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെയാണല്ലോ. ഇതാ നമുക്ക് വേണ്ട. ഇത് മതിയോ? ഇതിൻ്റെ ഇല കളയട്ടെ. മതിയോ? ഒരെണ്ണം മതിയല്ലോ. അപ്പോൾ നമ്മൾ ചേമ്പും താള് തീയലാണ് ഓണത്തിന് ഒരു ഡിഷ് ഉണ്ടാക്കാൻ. അപ്പം അങ്ങനെ കഴുകി വൃത്തിയാക്കി നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾ തീയലിനുള്ളത് റെഡി ആക്കിയിട്ടുണ്ട്. തേങ്ങ എല്ലാം നല്ലപോലെ ഫ്രൈ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ഇത് കറി വെക്കണം. കറി വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് തേങ്ങ, മറ്റു പൊടികളല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചെന്നോടെ. നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. തീയൽ, ചേമ്പിൻ്റെ തണ്ട് തീയൽ. അപ്പം ചക്കക്കുരു മാങ്ങ അങ്ങനെ വെന്തോണ്ടിരിക്കുകയാണ്. തേങ്ങ അരച്ച് ചേർക്കണം, എന്നിട്ട് കടുക് പൊട്ടിക്കണം. അപ്പം നമ്മൾ അടുത്ത കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തേങ്ങ അരച്ച് ചേർത്തു. ഇനി മാഗിയുടെ കോക്കനട്ട് കേട്ടോ ചേർത്ത് പൗഡർ. ഫ്രഷ് തേങ്ങ അരച്ച് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ സമയമൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഇത് നല്ല കുഴപ്പമില്ല. അത് വിട്ടു.
കടുക് പൊട്ടിക്കും നമുക്ക്. ഈ ചക്കക്കുരു മാങ്ങയാണ്. ചക്കക്കുരു മാങ്ങ ഓണത്തിനുണ്ടാക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ കുഴപ്പമില്ല. അപ്പം കടുക് പൊട്ടിച്ചു ഇടാം. ഇത് മുഴുവൻ ചെത്തി ഇതിൻ്റെ കൂടിൽ കാണുന്ന ലക്ഷണമാണ്. Seasoning done. Look like this. Okay. So going to next one. Pineapple പച്ചടി. പച്ചടി എന്ന് പറയാൻ നമ്മൾ തൈരും തേങ്ങായും ജീരകം പിന്നെ പച്ചമുളക് ഇച്ചിരി കടുക് ഇവിടെ ചേർത്ത് അരച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കും. പിന്നെ ഇത് വേവിക്കുമ്പം കുറച്ച് ശർക്കര വേണം. കുറേ സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൻ്റെ ഇതിവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് പറയണേ. ഇത് മസ്റ്റാണോ എടുത്ത് കളയണമെന്നുള്ളത്? അല്ലല്ലോ, ഇതെനിക്കൊന്ന് ചൊറിയുമായിരിക്കും അല്ലേ? ഇത് നമ്മുടെ പപ്പായ. ദിസ് ഈസ് പപ്പായ. ഇത് നമുക്ക് ഉലർത്താൻ നോക്കാം. നമ്മൾ ഈ ഇതുണ്ടല്ലോ, ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ, പല സ്ഥലത്തും പലതല്ലേ ഇത് പറയുന്നത്. ഇതിന് ഇച്ചിരി ഉപ്പിട്ട് വേവിച്ചിട്ട് നമുക്ക് വത്തലും മുളകും ഡ്രൈ ചില്ലി, കരിയാപ്പില, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇതെല്ലാം കൂടെ ചതച്ചിട്ട് നമ്മൾ സാധാരണ ഉലർത്തുന്ന പോലെ ഉലർത്താമെന്ന് വിചാരിക്കുക ഇത്. പിന്നെ ഇത് നമുക്ക് പൈനാപ്പിൾ പച്ചടിക്കുള്ള. ഓക്കെ, നമ്മൾ പൈനാപ്പിൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഇതുപോലത്തെ പീസ് മതി. എന്നിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളൂ കേട്ടോ, ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇതും കൂടെ, ഇച്ചിരി വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ്, മൂടി വെച്ചിട്ട് വേവിക്കും. ഒരു 10 മിനിറ്റ് മതി. ഇച്ചിരി മഞ്ഞളും കൂടെ, കുറച്ച് മഞ്ഞൾ. നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഒരു കാര്യം ഉണ്ട് കേട്ടോ, വൈറ്റമിൻ സി ഒക്കെ ഡിസപ്പിയർ ആവുമോ എന്നൊരു സംശയം ഉള്ളത്. പച്ചമുളക് എരിവിനുണ്ട്. തൈര് കൂടെ എടുത്തു. പച്ചമുളക്, പിന്നെ കടുക്, കുറച്ച് ക്യുമിൻ സീഡ്, മസ്റ്റാർഡ്, ഗ്രീൻ ചില്ലി, കോക്കനട്ട്, ഫ്രഷ് കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട്. ദെൻ ഇത് തൈര്, കേർഡ്, യോഗട്ട്. അപ്പം നമ്മളിത് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ നമ്മൾ ചേർക്കും. തൈരും കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട്. പിന്നെ ഇനി ചൂടാകും, ഇച്ചിരി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഓക്കെ, ഇത് നമ്മുടെ കപ്പളങ്ങ വലുത്താണ്. ഇത് റെഡിയായി. നമുക്കിതിന് കടുക് പൊട്ടിക്കണം. വിൽ ഡു ദ സീസണിങ് ഫോർ ദാറ്റ് ഓൾസോ. Seasoning is the main thing in all curries here in Kerala. That is the highlight. It will give the more tastier. മലയാളം പറഞ്ഞാൽ എൻ്റെ അവിടുത്തെ കൂട്ടുകാർക്കൊന്നും അറിയത്തില്ല.
കാണാനല്ലേ പറ്റത്തില്ല. അവരിതൊന്നും കണ്ടിട്ടില്ലല്ലോ. നമ്മൾ കേരളത്തിലെ പോലെ കറികൾ വെക്കുന്ന ലോകത്തിൽ നിന്നാണ്. നല്ലപോലെ മൂക്കണം. മൂത്തിട്ട് നമുക്ക് ഇതിടാവേ. ഇടാം. മഞ്ഞൾ ഇടുന്നില്ല കേട്ടോ, വെളുത്തിരിക്കട്ടെ. അത് റെഡി. ഇത് ഒരു ദിവസം ഇരിക്കണം. ഇപ്പോൾ നമുക്ക് ഇന്നത്തേക്കാണ്, തലേദിവസം ഉണ്ടാക്കി വെക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്ക് സെറ്റാകുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് പരിപ്പ് ചാറ്. തേങ്ങ അരച്ച് നമുക്ക് പരിപ്പ് ചാറുണ്ടാക്കാം. പരിപ്പ് നല്ലപോലെ വെന്തു. ഇനി നമുക്ക് അരച്ച് ചേർക്കാം. പരിപ്പ് ചാറില്ലാതെ എന്തോണം അല്ലേ? പരിപ്പും പപ്പടവും നെയ്യും കൂടെ ആണ് ആദ്യമേ സദ്യ. പക്ഷെ നമ്മൾ പഴം വാങ്ങിച്ചില്ലല്ലോ. നല്ല പഴം പഞ്ചസാരയല്ല, പഴവും പായസവും പപ്പടം പഴം പായസം. നമ്മളതെങ്ങനെയെങ്കിലും എത്തിക്കണം. ശരി. അങ്ങനെ നമ്മൾ പരിപ്പിൻ്റെ കടുപൊട്ടിയിൽ നടക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞു. അപ്പം അടുത്തതിലേക്ക് പോകാം. അവരിനുള്ള പീസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി അരപ്പ് ചേർക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ജോലിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ കുക്കിംഗ് ഓവർ. പപ്പടം കാച്ചണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇല വെട്ടണം. അപ്പോൾ നമ്മുടെ ഓണസദ്യ വിളമ്പാൻ തുടങ്ങുവാണ്. ചോറ് അല്ല, തെറ്റാ. ചോറ് ലാസ്റ്റ്. ചക്കര പുരട്ടി. ചക്കര പുരട്ടി, banana chips, pickle, okay. One more pickle. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഗാർലിക് പിക്കിൾ. ഓക്കെ, അവിയൽ.
ബീൻസ് തോരൻ. വീട്ടിൽ ഫസ്റ്റ് ടൈം ഇത് നമ്മുടെ പപ്പായ. ഇവർക്ക് 2 പ്രാവശ്യം അവധി പോലും കിട്ടിയില്ല. നമ്മളിവിടെ എക്സാക്ട്ലി ഓണത്തിനുണ്ടായിരുന്നു പറഞ്ഞാൽ ഏതാണ്ട് ഒരു കോവിഡിനൊക്കെ മുമ്പ് ഒരു വർഷം വന്നപ്പോൾ. ഇത് നമ്മുടെ പൈനാപ്പിൾ കറി. അതെന്താന്ന് ചോദിച്ചാൽ ഓണം ഒരു ഫിക്സ്ഡ് ഡേറ്റ് അല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം എത്രയാണെന്നറിയാം? സെപ്റ്റംബർ 15th കഴിഞ്ഞ വർഷം. അപ്പൊ ഈ പ്രാവശ്യം എന്ന് ഓഗസ്റ്റ് ലാസ്റ്റിലോ വരുന്നോ അന്ന് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അതാണ് പ്രശ്നം. ഇത് നമ്മുടെ ചക്കക്കുരു മാങ്ങ. ദിസ് ഈസ് ജാക്ക് ഫ്രൂട്ട് മാംഗോ, റോ മാംഗോ വിത്ത് കോക്കനട്ട്. ഇപ്പൊ ഓഗസ്റ്റ് 15 ഫിക്സ് എന്ന് പറയുന്നത് സീക്വൻസ് ഒന്നും അറിയത്തില്ല കേട്ടോ. ഞാൻ എവിടെയൊക്കെയോ വിളമ്പുന്നു, എന്നൊക്കെ എന്തൊക്കെയോ പരിപാടി ഓഗസ്റ്റ് വെക്കണം. എന്നിട്ട് 2 ചോറാക്കണം. ഇതാദ്യം പരിപ്പും നെയ്യും ഇത് സെപ്പറേറ്റ്. എന്നിട്ട് നമ്മൾ ഇതൊഴിച്ചിട്ടാണ് ആദ്യം കഴിക്കുന്നത്. അതായത് ദിസ് ഈസ് എ ഡാൽ കറി. ഇല്ല, ഇതൊരു ശരിയല്ല, ഡാൽ കറി. പരിപ്പ് ചാറ്. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ദിസ് ഈസ് ഗീ. കല്യാണത്തിനൊക്കെ അത്രയൊക്കെ പപ്പടം നെയ്യെന്നും പറഞ്ഞ് ഇങ്ങനെ ഓടിച്ചങ്ങ്. അപ്പോൾ അത് അത് കഴിക്കുന്നിട്ട് നമുക്ക് ഇങ്ങനെ ഹാഫ് മാറ്റണം. എന്നിട്ട് ഇതിനെ ഇതാണ് ഓണം സ്പെഷ്യൽ. ഇന്നത്തെ ഓണം സദ്യ. കേരള ഈസ് സെലിബ്രേറ്റിംഗ് ഓണം ടുഡേ. Many of my friends, they know already. Banana. Okay. ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് the combination is extremely tasty. No words. You can't say anything until you experience. This is salty. This is both sweet. All combination. Look like very messy, but it is tasty. Super. ഇത് കഴിക്കട്ടെ. അത് കിട്ടും. അത് പിന്നെ വേണമെങ്കിൽ പറയാം. കഴിഞ്ഞു.